ഏതാ നല്ല അക്കാഡമിന്ന് ഇങ്ങനെ തിരക്കി കഴിഞ്ഞപ്പം കൂടുതലായിട്ടൊരു റിവ്യൂ എല്ലാം കണ്ടത് സെനറ്റിൻ്റെ അക്കാഡമിയിലായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് 25 വർഷത്തെ പാരമ്പര്യം. അതെ, സെനറ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളിൽ ഒരു വലിയ സന്തോഷമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കേരള PSC ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തസ്തികയിൽ കോട്ടയം ജില്ലയിൽ 1ാം റാങ്ക് നേടിയ ഹിമയ്ക്കൊപ്പമാണ്. ഞാൻ 21-23 DHA ബാച്ചായിരുന്നു. കുറവലങ്ങാട് ഭാരതമാതാ കോളേജിലായിരുന്നു പഠിച്ചത്. 24 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2. അപ്പം ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഏതാ നല്ലതെന്ന് ഞാൻ കുറേ തിരക്കി. ഇപ്പം കൂടുതൽ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞത് സെനിത്ത് അക്കാഡമിയുടെ കാര്യമായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ക്ലാസ്സസിൽ ജോയിൻ ചെയ്തു. അപ്പം എനിക്ക് നല്ലൊരു അതിൽ തോന്നി, നല്ല കോൺസെൻട്രേറ്റ് ചെയ്യാനും നല്ല ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സസും അല്ല എക്സ്പേർട്ടിൻ്റെ ക്ലാസ്സസും ഒക്കെ തോന്നി. അപ്പോൾ എനിക്ക് റെഗുലറായിട്ട് ഓൺലൈൻ ക്ലാസ്സസ് കൂടാൻ പറ്റാത്തതുകൊണ്ട് റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരുന്നു. അപ്പം അതെനിക്ക് ടൈം പോലെ നല്ല യൂസ്ഫുൾ ആയിരുന്നു, ടൈം പോലെ കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരുമ്പം സാധാരണ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ എടുക്കുന്നതിനെക്കാട്ടി ഒരു ഡോക്ടർ എടുക്കുകയാണല്ലോ. അപ്പൊ അതില് എന്ത് വ്യത്യാസമാണ് തോന്നിയത്? ഡോക്ടേഴ്സ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എക്സ്പേർട്ട് രീതിയിൽ, ഇപ്പം സിലബസ് വൈസ് മാത്രമല്ല, കുറച്ച് ഔട്ട് ഓഫ് സിലബസ് കൂടെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നു. ഹിമയുടെ ഈ ഒരു 1ാം റാങ്ക് എന്നുള്ള ഒരു ലക്ഷ്യം, ഒരു വലിയ എയിം, ഒരു ഹാർഡ് വർക്ക്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ പേരൻസിൻ്റെ സപ്പോർട്ടും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഹിമയുടെ ഈ ഒരു വലിയ നേട്ടം ഹിമയ്ക്ക് കൈവരിക്കാൻ സാധിച്ചതിൽ സെനിത്ത് അക്കാഡമിയുടെ ഒരു ടീം മെമ്പർ എന്ന നിലയിൽ കൂടെ നിന്ന് ഒരുപാട് ഹെൽപ്പ് കാര്യങ്ങൾ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. ഹിമയുടെ ഇനിയുള്ള ഫ്യൂച്ചർ എൻഡേവേഴ്സിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ, നല്ല ലൈഫിൽ നല്ല നല്ല മൂമെൻറ്റ്സ് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.